മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരണത്തിൽ കെ ഗോപാലകൃഷ്ണ എസിനെതിരെ പ്രാഥമിക അന്വേഷണം. തിരുവനന്തപുരം സിറ്റി നാർക്കോട്ടിക് സെൽ ACP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അനന്തൻ, ഇത് പ്രാഥമികമായ സാങ്കേതികമായ ഒരു അന്വേഷണം മാത്രമാണോ അതോ കേസെടുക്കാനുള്ള നീക്കമുണ്ടോ? രതീഷ്, മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് കെ ഗോപാലകൃഷ്ണൻ IASനെതിരെ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഇതിനായി തിരുവനന്തപുരം സിറ്റി നാർക്കോട്ടിക് സെൽ ACPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം കണ്ടെത്തിയാൽ ആ സമയത്ത് കേസെടുത്ത് മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഈ കെ ഗോപാലകൃഷ്ണൻ IASനെതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താമോ എന്നുള്ള കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. അതിൽ അന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള നിയമോപദേശമാണ് ലഭിച്ചത്. എന്നാൽ കേസെടുക്കുന്ന കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. ആ നിയമോപദേശത്തിൽ അവ്യക്തതകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം കേസെടുക്കാതെ കെ ഗോപാലകൃഷ്ണനെതിരെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം ആലോചിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അത് പക്ഷേ കെ ഗോപാലകൃഷ്ണന്റെ പരാതിയിലായിരുന്നു. തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പരാതിയായിരുന്നു. ആ പരാതി അന്വേഷിച്ചപ്പോഴാണ് കെ ഗോപാലകൃഷ്ണന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല, ആ വാട്സപ്പ് ഗ്രൂപ്പ് കെ ഗോപാലകൃഷ്ണൻ തന്നെ നിർമ്മിച്ചതാണ് എന്ന കാര്യം പോലീസ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGPക്കും സർക്കാരിനുമൊക്കെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കെ ഗോപാലകൃഷ്ണനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടിയും ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് കെ ഗോപാലകൃഷ്ണനെതിരെയുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നത്.